2 കൊരിന്ത്യർ 5:17 ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ ഇടയാകട്ടെ. നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ ക്രിസ്തയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നാം ഓരോരുത്തരെയും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. നമ്മുടെ പൗരത്വ സ്വർഗത്തിലാകുന്നു. നാം ഈ ലോകത്തിനുള്ളവരല്ല, ഉയരത്തിലുള്ളത് അന്വേഷിപ്പാൻ ദൈവം സഹായിക്കട്ടെ. നമുക്കൊരു മാറ്റം ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിന്റെ ഭാവം നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാകട്ടെ. നമ്മെ പേർ ചൊല്ലി വിളിച്ച ദൈവം അവന്റെ നാമത്താൽ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. അബ്രഹാമിനോട് പറഞ്ഞു, ഇനി നിന്റെ പേര് അബ്രാം എന്നല്ല, അബ്രഹാം എന്നത്രേ. സാറായി എന്നല്ല, സാറ എന്നത്രേ. യാക്കോബിനോട് പറഞ്ഞു, യാക്കോബ് എന്നല്ല, ഇസ്രയേൽ എന്നത്രേ. ദൈവത്താലുള്ള അനുഗ്രഹം ഉയരത്തിൽ നമ്മെ തെരഞ്ഞെടുത്ത് കൃപയും കരുണയും നമ്മോട് തോന്നിയ ക്രിസ്തുവിൽ നമുക്ക് വസിക്കാം. നമ്മുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിക്കാം. നമ്മുടെ ഉള്ളിലെ എല്ലാ മുറിവുകളും വേദനകളും കൈപ്പിന്റെ അനുഭവങ്ങളെല്ലാം മായിച്ച് ക്രിസ്തുവിന്റെ സമാധാനത്തിൽ വസിപ്പാൻ നാം ഓരോരുത്തരെയും ഇടയാക്കട്ടെ. ആമേൻ.